കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവന് എന്നേക്കും മഹത്വം. ആമേൻ. എല്ലാ ദൈവമക്കളും ഈ സന്ദേശം ശ്രദ്ധയോടെ ശ്രവിക്കേണ്ടത് ആവശ്യമാണ്. കാര്യം നമ്മെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്ന അനുഗ്രഹീതമായൊരു ചിന്ത ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവാം ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാണ് വേർതിരിച്ചത് എന്നിവിടെ പറയുകയാണ്. ഒന്ന്, സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മളെ വേർതിരിച്ചു. ഇനി സ്വർഗരാജ്യത്തിന് വേണ്ടി വേർതിരിക്കണമെങ്കിൽ എന്തൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്? കുറേ വിഷയങ്ങൾ അതിനെ പ്രതി നമ്മൾ ഈ ലോകത്തിൽ അനുഷ്ഠിക്കേണ്ടത്, ദൈവത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ടത് പലതും തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം കൂടെ ചേർത്തൊരു വാചകം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ്? കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു അല്ലേ. അപ്പം നമ്മളെ ദൈവം സ്തോത്രം എങ്ങനെ കർത്താവ് നമ്മെ വിടുവിച്ചത്? സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിപ്പാനിട വന്നു. ആ വിടുതലാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അല്ലേ. ആ വിടുതൽ വന്നു കഴിഞ്ഞ്, ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ ചിന്തകൾ, പാപത്തിൻ്റെ പ്രവൃത്തികൾ, ഇല്ലെങ്കിൽ പൈശാചികമായ ഇടപെടലുകൾ, ദൈവത്തോട് നമ്മളെ അടുപ്പിക്കാതെ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന അശുദ്ധമായ പ്രവൃത്തികൾ, പൈശാചിക സ്വാധീനങ്ങൾ, സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ദിവ്യത്വ സ്വഭാവത്തിന് കീഴ്പ്പെടാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. ഇങ്ങനെ വരുന്ന എല്ലാ ദുഷ്പ്രവൃത്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, പ്രൈസലോ, ആ രക്തം ഒഴുകിയിട്ട് ഇന്നേക്ക് 2026 ആണ്ടുകൾ കഴിയുകയാണ് അല്ലേ. ഈ ആണ്ട് ഇത്രയും കഴിഞ്ഞിട്ടും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും ഒക്കെ നമുക്ക് മോചനം നൽകാൻ കഴിയുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു രക്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തം ഇന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മെ ആ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ തക്കവണ്ണം ശക്തനെന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിടുവിച്ചത്? എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്? ഒറ്റ കാര്യം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി അല്ലേ, തൻ്റെ സ്വർഗരാജ്യത്തിനായി ആയിട്ടാണ്. അപ്പം നമ്മൾ ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറണം എന്നാണ് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തെ നിവർത്തീകരിപ്പാനാണ് കർത്താവ് നമ്മളെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറത്തക്ക രീതിയിലുള്ള സ്തോത്രം ആത്മീക പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഇവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.